ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദേവി തന്നെയാണ് പരയും അപരയും. ആത്യന്തികമായ സത്യവും സാക്ഷാത്കാരവും ദേവിയിൽ കുടികൊള്ളുന്നു. പ്രപഞ്ച തേജസ് ദേവീ രൂപത്തിലാണ് പ്രത്യക്ഷമാകുന്നത്. ലോകമാതാവായ പരാശക്തി തന്നെയാണ് പ്രകൃതിയും എന്നറിയുക. ചരാചരാത്മകമായ സർവപ്രാപഞ്ചിക വസ്തുക്കളും പരാശക്തിയിൽ നിന്നും ഉത്ഭൂതമാവുകയും പരാശക്തിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. മൂർത്തിത്രയത്തിൻ്റെ പോലും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ആ പരാശക്തിയുടെ ചില്ലീവിലാസത്താൽ സംഭവിക്കുന്നതത്രേ. പരാശക്തിക്ക് വിവിധങ്ങളായ ആകാരഭേദങ്ങളുണ്ടെങ്കിലും ദേവീ ചൈതന്യം ഏകീകൃതവും ഏകോപിതവുമാണ്. സിന്ധൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. നമിക്കുന്നു ശിരസിതാ
നിത്യവും നിൻ തൃപ്പാദസേവ ചെയ്വാൻ ശ്രീ മതിക്കുന്നിലമ്മേ ഇനി എന്നെ കാക്കണേ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനവും പൂരപ്പെരുമയുടെ ആസ്ഥാനവുമായ തൃശ്ശിവപേരൂർ എന്ന തൃശ്ശൂർ നഗരത്തിൽ നിന്നും 12 കിലോമീറ്റർ തെക്ക് കിഴക്ക് ഭാഗത്തായി മലയോരങ്ങളുടെ സൗമ്യതയിൽ സ്ഥിതി ചെയ്യുന്ന നന്മയുടെ ഗ്രാമഭാവങ്ങൾ നിറഞ്ഞ തൃക്കൂർ ഗ്രാമം. ഇവിടെയാണ് അതിപുരാതനമായ തൃക്കൂർ മഹാദേവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃക്കൂരപ്പൻ്റെ പരിപാവനമായ ഈ ഗുഹാക്ഷേത്രം നിൽക്കുന്നിടത്തു നിന്ന് കിഴക്ക് ഭാഗത്തായി മതിക്കുന്ന് മലനിരകളുടെയും വയലേലകളുടെയും മധ്യത്തിലായി ദേവീ ചൈതന്യം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യപുരാതന ക്ഷേത്രമാണ് മതിക്കുന്ന് ഭഗവതി ക്ഷേത്രം. ആർത്തത്രാണപരായണയായ ശ്രീഭദ്രകാളിയാണ് ഇവിടെ നിത്യസാന്നിധ്യത്താൽ അനുഗ്രഹവർഷം ചൊരിയുന്ന മതിക്കുന്നിലമ്മ. കാളിം മേഘസമപ്രഭാം ത്രിനയാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകപാലാദാരികശിര കൃത്യാകരഗ്രേഷ്ടജ ഭൂതപ്രേതപിശാച മാതൃസഹിതാം മുണ്ഡസ്രജാലങ്കൃതാം വന്ദേ ദുഷ്ടമസൂരികാദിവിപദാം സംഹാരിണീം ഈശ്വരീ മതിക്കുന്നു വാഴുമംബികേ നമസ്തേ നമസ്തേ നമസ്തേ. മതിക്കുന്നിലമ്മേ മഹേശ്വരി മായേ മാനവർക്കെന്നും പ്രിയങ്കരി തായേ ദുരിതങ്ങൾ നീക്കി സമാശ്വാസമേകി ദുഃഖിതർ ഞങ്ങളെ കാത്തിടു ദേവി. മരതകുന്നിൻ്റെ ഉച്ചിയിൽ വാഴും മതിക്കുന്നിൽ ഭഗവതി ഭദ്രകാളി മതിവരുവോളം നിന്റെ മാഹാത്മ്യം ഉയരട്ടെ മാനസ വീണ തന്നിൽ. താപസമുനിവര്യൻ മിഴികൾ തുറന്നു താരകമായി നീ മുന്നിൽ ഉയർന്നു. കാനന പുഷ്പങ്ങൾ കാറ്റിൽ പറന്നു താവക തൃപ്പാദം മലരിലമർന്നു. മാമുനി ശ്രേഷ്ഠൻ തൊഴുകൈകളോടെ മതിക്കുന്നിലമ്മയെ ധ്യാനിച്ചു നിന്നു. മലനിരയാകെ പ്രകാശം പരന്നു മാനവരാശിച്ച ക്ഷേത്രമുയർന്നു.
ചേർന്നിടും സ്നേഹാലയം ശ്രീ ഭഗവതി ക്ഷേത്രം. ജാതിക്കതിർവരയില്ലാത്തൊരില്ലം, ജാതിയേതാകിലും സോദരരെല്ലാം. കാനന ഭംഗിയിലാറാടി നിൽക്കും ദേവി സരസ്വതി ഭദ്രേ തൊഴുന്നേ. കാര്യസിദ്ധി പൂജ ചെയ്തിടുമമ്മേ, കരളിലെ മോഹം കനിയാകണേ. എന്നന്തരംഗം അറിയുന്ന ദേവി, മാറാത്ത രോഗവും മാറ്റുന്ന ദുർഗേ. ധന്വന്തരി പൂജ മുന്നിലർപ്പിക്കാൻ ഭക്തിയോടെ കാത്തു നിൽപ്പു ഞാനമ്മേ. സരസ്വതി പൂജയാണല്ലോ, വിഘ്നങ്ങൾ മാറ്റി തുണയ്ക്കണം നീ. ബുദ്ധിയും ശക്തിയും വിദ്യയും എന്നിൽ എന്നുമേ നൽകണേ ഭദ്രകാളി. മതിക്കുന്നിലമ്മേ മഹേശ്വരി മായേ, മാനവർക്കെന്നും പ്രിയങ്കരി തായേ. ദുരിതങ്ങൾ നീക്കി സമാശ്വാസമേകി, ദുഃഖിതർ ഞങ്ങളെ കാത്തിടൂ ദേവി. പണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈ മതിക്കുന്നു മലനിരകൾ ഋഷിശ്രേഷ്ഠന്മാരുടെ തപോവനമായിരുന്നു. കലിയുഗത്തിലെ ദുരന്തങ്ങളിൽ നിന്നും ജ്വരവ്യാധി വ്യഥകളിൽ നിന്നും മാനവരാശിക്ക് മുഴുവൻ രക്ഷയേകാനായി ആർത്തത്രാണപരായണയായ ദേവിയെ ധ്യാനിച്ച് അവർ കഠിന തപം ചെയ്തു പോന്നു. അങ്ങനെ ദീർഘതപസ്സിനാൽ ദിനരാത്രങ്ങൾ പോലും തിരിച്ചറിയാനാകാത്ത വിധം ദേവീധ്യാനത്തിൽ മുഴുകി അമർന്ന ശ്രേഷ്ഠനായ ഒരു മുനിവര്യന് മുന്നിൽ ദേവി പ്രത്യക്ഷയായി ഇംഗിതമാരാഞ്ഞു. ആർത്തത്രാണപരായണയായി ഇനിയുള്ള കാലം മുഴുവൻ മാനവരുടെ എല്ലാം അമ്മയായി ഈ മതിക്കുന്നിൽ കുടികൊള്ളണം എന്ന് തന്നെ ഇംഗിതമറിയിച്ചു. അപ്രകാരം തന്നെ സംഭവിക്കുമെന്നറിയിച്ച് മുനിവര്യന് അനുഗ്രഹമരുളിയ ദേവി മായയായി മറഞ്ഞു. സ്വയംഭുവായ ഒരു ബിംബം അവിടെ പ്രത്യക്ഷമായി. അത് ദേവീദർശനത്തിനുള്ള പ്രതീകമായി പിന്നീട് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. ഓം ലസന്മരകത സ്വച്ഛ വിഗ്രഹായൈ നമോ നമഃ. സ്വാമി, ആർത്തത്രാണപരായണയായ ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നതെന്ന് പറഞ്ഞുവല്ലോ. അതെ. ആർത്തത്രാണപരായണ എന്നാൽ എന്താണ് സ്വാമി? ആർത്തമെന്നാൽ ദുഃഖം, ത്രാണനം ചെയ്യുക എന്നാൽ ഉയർത്തിയെടുക്കുക, രക്ഷയേകുക എന്നെല്ലാം അർത്ഥം. പൂർണ്ണമായി പറഞ്ഞാൽ സർവ്വദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്ത് അഷ്ട ഐശ്വര്യങ്ങളും നൽകുന്നവളാണ് മതിക്കുന്നിലമ്മ എന്നർത്ഥം. മതിക്കുന്നിൽ വാണിടുമമ്മേ ഭഗവതിയമ്മേ, ദാരിക കണ്ഠമറുത്തൊരു ദേവി, എപ്പോഴും കാക്കേണം അടിയനിലുള്ളൊരു കുറവറിയേണം. കഥന നിവാരിണി ശ്രീഭദ്രേ, നിന്റെ തിരുസന്നിധിയിൽ അണയുകയല്ലോ അനവധി ഭക്തർ, മതജാതി ഭേദമില്ലാതെന്നും തവ കൃപ തേടി. നിങ്ങൾ അല്പം ദൂരെ നിന്നെത്തിയവരാണെന്ന് തോന്നുന്നു. 1-2 ദിവസമായി ഇവിടെ കാണുന്നുണ്ടല്ലോ. അതെ സ്വാമി, ഞങ്ങൾ കുറേ വടക്കു നിന്ന് എത്തിയവരാണ്. ഒരാഴ്ച കുളിച്ചു തൊഴുത് അമ്മയെ ധ്യാനിച്ചിരിക്കാൻ ആഗ്രഹിച്ചെത്തിയതാണ് ഇവിടെ. മതിക്കുന്നിലമ്മയെക്കുറിച്ചുള്ള അല്പം ചില കേട്ടറിവുകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഒരുപാട് വിഷമങ്ങളുമായാണ് ഞങ്ങൾ ഈ ദേവീസന്നിധിയിലെത്തിയത്.
മനസ്സിലെ ദുഃഖങ്ങൾ തൊട്ടറിയുകയും ഒന്നും പറയാതെ തന്നെ എല്ലാം തരുന്നവളുമാണ് മതിക്കുന്നിലമ്മ. ഏത് പൂജയാണ് സ്വാമി ഇവിടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത്? എല്ലാ പൂജകളും ഇവിടെ വിശിഷ്ടം തന്നെയാണ്. എന്നാലും ബുധനാഴ്ചകൾ തോറും സർവാഭീഷ്ട വരദായിനിയായ മതിക്കുന്നിലമ്മയുടെ തിരുസന്നിധിയിൽ നടന്നു വരുന്നതും നാനാദേശത്തു നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പ്രാർത്ഥനാപൂർവം പങ്കെടുക്കുന്നതുമായ കാര്യസിദ്ധി പൂജ അതിവിശിഷ്ടം തന്നെയാണ്. അത്യത്ഭുതകരമായ ഫലസിദ്ധിയാണ് മതിക്കുന്നിലമ്മയുടെ തിരുമുമ്പിൽ നടത്തിവരുന്ന ഈ കാര്യസിദ്ധി പൂജയിൽ പങ്കുകൊള്ളുന്നവർക്ക് അനുഭവമാകുന്നത്. കാര്യസിദ്ധി പൂജയോടൊപ്പം ഇവിടെ വന്നെത്തുന്ന എല്ലാ ഭക്തർക്കും അന്നദാനവും തുടർന്നു വരുന്നു. സർവമംഗളകാരിണിയായ അമ്മയോട് തങ്ങളുടെ സർവ്വദുരിതങ്ങൾക്കും മോചനമേകണമേ എന്ന പ്രാർത്ഥനയോടെ ഭക്തജനങ്ങൾ ഒന്നായി ഒരേ മനസ്സോടെ ലളിതാ സഹസ്രനാമ സ്തോത്രം പൂർണ്ണമായും ജപിക്കുക എന്നതാണ് കാര്യസിദ്ധി പൂജയിലെ പ്രധാന ചടങ്ങ്. മന്ത്രമുഖരിതമായ ക്ഷേത്രാന്തരീക്ഷം ഒരപൂർവ അനുഭവം തന്നെയാണ്. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചൊല്ലിയിരിക്കണമെന്ന് പറയാറുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് സ്വാമി? നല്ല ചോദ്യം. ഏവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണത്. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ശ്രീ ലളിതാംബികയുടെ ആജ്ഞപ്രകാരം വശിന്യാദി വാഗ്ദേവികളാൽ രചിക്കപ്പെട്ടതെന്ന് ബ്രഹ്മാണ്ഡപുരാണ ഉത്തരഖണ്ഡത്തിൽ ഹയഗ്രീവ അഗസ്ത്യ സംവാദത്തിൽ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ മഹിമ വിവരിച്ചുകൊണ്ട് ഹയഗ്രീവൻ അഗസ്ത്യനോട് പറയുന്നുണ്ട്. പണ്ട് ഭക്തരുടെ ഹിതത്തിനായി ലോകമാതാവായ ശ്രീ ലളിതാംബിക തൻ്റെ പ്രസാദത്തിനാൽ വാഗ്വീഭൂതി വിളങ്ങിയവരും ചക്രമന്ത്ര രഹസ്യങ്ങളെല്ലാം അറിയുന്നവരുമായ വശിന്യാദി വാഗ്ദേവികളോടായി ലോകരക്ഷാർത്ഥം ഭക്തിപൂർവം തന്നെ സ്തുതിക്കുവാനും അതിപ്രീതി നേടുവാനും തൻ്റെ നാമസഹസ്രം കൊണ്ട് ഒരു സമ്പൂർണ്ണ സ്തോത്രം രചിക്കുക എന്ന് ആജ്ഞാപിച്ചു അത്രേ. കൽപ്പനയനുസരിച്ച് രഹസ്യമായ നാമങ്ങളാൽ അവർ ദിവ്യമായ ദേവീസ്തോത്രം രചിച്ചു. രഹസ്യനാമ സഹസ്രമെന്ന് അത് പ്രസിദ്ധവുമായി. പിന്നീടൊരിക്കൽ സഭയിൽ ദേവി സിംഹാസനസ്ഥയായി തൻ്റെ സേവയ്ക്കായി അഖിലർക്കും അവസരം നൽകിയത്രേ. ദേവിയെ സേവിപ്പാനായി ബ്രഹ്മാണി ബ്രഹ്മകോടികളും ലക്ഷ്മി നാരായണന്മാരോടൊത്ത് ബഹുകോടികളും ഗൗരീകോടികളോടൊത്ത് രുദ്രന്മാർ ബഹുകോടികളും മന്ത്രിണീ ദണ്ഡിനി മുഖ്യശക്തികൾ പലമട്ടിലും അങ്ങനെ അസംഖ്യം പേർ വന്നു ചേർന്നു. സർവർക്കും ദർശനമേകിയ മഹേശ്വരിയെ തന്റെ ഹിതമനുസരിച്ച് എഴുന്നേറ്റ് തൊഴുതുനിന്ന് വശിന്യാദി വാഗ്ദേവികൾ തങ്ങൾ രചിച്ച നാമസഹസ്രകങ്ങളാൽ സ്തുതിച്ചു. വശിന്യാദി വാഗ്ദേവികളാൽ രചിക്കപ്പെട്ടതും എനിക്കിഷ്ടങ്ങളായുള്ള ദിവ്യനാമങ്ങൾ ചേർന്നതുമായ ഈ സ്തോത്രം എന്റെ പ്രീതിക്കായി എന്നും ജപിക്കുകയും ഭക്തർക്കായി ഈ നാമസഹസ്രകം ഉപദേശിക്കുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. ജന്മമധ്യത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഭക്തൻ ഇത് ജപിക്കുകയാണെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവനായി തീരുന്ന അവൻ ആഗ്രഹിക്കുന്നതെല്ലാം കൈവരുമെന്ന് ദേവി അരുളി ചെയ്തു. ഹയഗ്രീവൻ അഗസ്ത്യനോട് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭക്തിപൂർവം ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ചൊല്ലിക്കേൾപ്പിച്ചു അത്രേ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം പോലെ ദേവീ പ്രീതി കൈവരുവാൻ സാധിക്കുന്ന മറ്റൊരു സ്തോത്രം ഇല്ലെന്നു തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് മതിക്കുന്നിലമ്മയുടെ തിരുസന്നിധിയിലെ കാര്യസിദ്ധി പൂജയിലൂടെ മനസ്സമാധാനം, ശരീരസുഖം, സന്താനലബ്ധി, മനസ്സുഖം, ധനലാഭം, വിദ്യാലാഭം, മംഗല്യഭാഗ്യം, ഉദ്യോഗലബ്ധി, വ്യവസായ നേട്ടം, ശത്രുദോഷ നിവാരണം, ഭവനഭാഗ്യം, ഋണമോചനം തുടങ്ങി മാനവരെ അലട്ടുന്ന ഏത് ദുഃഖങ്ങൾക്കും അത്ഭുതകരമായ ഫലസിദ്ധി അനുഭവമാകുന്നത്. ബുധനാഴ്ചകൾ തോറും നടത്തിവരുന്ന കാര്യസിദ്ധി പൂജയിൽ തുടർച്ചയായി 21 ആഴ്ചയെങ്കിലും ഓരോ ഭക്തനും വ്രതാനുഷ്ഠാനങ്ങളോടെ പങ്കുകൊള്ളുന്നത് ഉത്തമമാണ്. ഇത്തരത്തിൽ 21 ആഴ്ചകളുടെ 3 ഘട്ടങ്ങൾ, അതായത് 63 പൂജകൾ ചേർന്നതാണ് കാര്യസിദ്ധി പൂജയുടെ പൂർണ്ണരൂപം. 21 ബുധനാഴ്ചകളിൽ മുഴുവനും ഒരു ഭക്തന് കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ പങ്കെടുക്കുന്ന മറ്റ് ഭക്തജനങ്ങളുടെ പ്രാർത്ഥന പങ്കെടുക്കാൻ കഴിയാതെ വരുന്നവർക്ക് കൂടിയുള്ളതാണെന്നത് മതിക്കുന്നിലെ അമ്മയുടെ ഈ ക്ഷേത്രസന്നിധിയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്.
കാര്യസിദ്ധി പൂജയുടെ പ്രധാന ചടങ്ങായ ലളിതാ സഹസ്രനാമ സ്തോത്ര ജപം ഒരു ഭക്തൻ മറ്റൊരു ഭക്തന് വേണ്ടി കൂടി മനമുരുകി അമ്മയോട് ചൊല്ലുമ്പോൾ ദേവീ കൃപയാൽ 21 ആഴ്ച കഴിയുമ്പോഴേക്കും ഭക്തർക്ക് കാര്യസിദ്ധി ഉണ്ടാകുന്നു എന്നത് ഇവിടെ പ്രസിദ്ധമാണ്.
കടാക്ഷം ഞങ്ങൾക്കിടണേ. പ്രപഞ്ച ചൈതന്യമായി, ആദിപരാശക്തിയായി, ഭക്തപ്രിയയായി ശ്രീ മതിക്കുന്നിലമ്മ വാണരുളുന്ന പരിപാവനമായ ക്ഷേത്രസന്നിധിയാണ് ഇത്. കൃതയുഗത്തിൽ ധ്യാനവും ത്രേതായുഗത്തിൽ യാഗവും ദ്വാപരയുഗത്തിൽ പൂജയുമായിരുന്നത്രേ പ്രധാന ഉപാസനാമാർഗങ്ങൾ. എന്നാൽ മനുഷ്യ മനസ്സുകൾ മലിനീകരിക്കപ്പെടുകയും ഏകാഗ്രത നഷ്ടമാകുകയും ചെയ്തപ്പോൾ കലിയുഗത്തിൽ ഉത്തമമായ ഉപാസനാമാർഗമെന്നത് ഈശ്വരനാമജപമായി മാറി. കലൗ നാമ സങ്കീർത്തനാത്. അതെ, ഈശ്വരനാമജപം തന്നെയാണ് കലിയുഗവിധി. മക്കളൊന്നായി അമ്മയ്ക്കു മുമ്പിൽ നിറഞ്ഞ മനസ്സോടെ അർപ്പിക്കുന്ന ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രജപവും ശുദ്ധമായ മനസ്സോടെയുള്ള പ്രാർത്ഥനയും തന്നെയാണ് അമ്മയ്ക്ക് എന്നും പ്രിയങ്കരം. അതുകൊണ്ട് തന്നെയാണ് മതിക്കുന്നിലമ്മയുടെ ഈ തിരുസന്നിധിയിലെ കാര്യസിദ്ധി പൂജയിൽ പങ്കുകൊള്ളുന്ന ഏതൊരു ഭക്തനും കാര്യസിദ്ധി പൂജ പൂർത്തിയാകും മുമ്പേ തന്നെ അമ്മയുടെ അനുഗ്രഹവർഷത്താൽ തന്റെ പ്രാർത്ഥനയ്ക്കൊത്ത അത്ഭുതകരമായ ഫലങ്ങൾ കൈവരുന്നത്. ഇത് മതിക്കുന്നിലമ്മയുടെ തിരുസന്നിധിയിൽ മാത്രം കണ്ടുവരുന്ന അതിശയങ്ങളത്രേ. എല്ലാ അഭീഷ്ടങ്ങളും അമ്മ സാധിച്ചു തരുന്നു. മതിക്കുന്നിലമ്മയുടെ അനുഗ്രഹം ഏറെ മംഗളകരമാണ്. കാര്യസിദ്ധി പൂജയുടെ പൂർണ്ണതയിലൂടെ നടക്കാത്ത കാര്യങ്ങൾ ഒന്നും തന്നെയില്ല എന്നത് ഭക്തരുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മതിക്കുന്നിലമ്മയുടെ മാഹാത്മ്യമായി തന്നെ ഇത് കണക്കാക്കപ്പെടുന്നു. ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നു. ഈ മകളെന്താ വല്ലാത്തൊരു മൗനത്തിലാണല്ലോ. അതെ സ്വാമി, ഇതെന്റെ മകളുടെ ഉറ്റ കൂട്ടുകാരിയാണ്. ഞങ്ങൾക്കിവളും മകൾ തന്നെയാണ് സ്വാമി. കുട്ടിക്കാലം മുതൽ എല്ലാവരുടെയും ഓമനയായാണ് ഇവൾ വളർന്നത്. ഒരു 6-7 വർഷം മുമ്പ് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ഇവളുടെ പാപ്പ ഒരു അപകടത്തിൽപ്പെട്ട് ഇവളുടെ കൺമുന്നിൽ വെച്ച് മരിച്ചുപോയി. ആ ദുഃഖത്തിൽ കഴിഞ്ഞ ഇവൾക്ക് മനോനില തെറ്റിയതുപോലെയായി. കുറച്ചൊക്കെ ചികിത്സകളും ചെയ്തു. ഉമ്മയും ഒരനുജനും മാത്രമുള്ള ഇവരുടെ സ്ഥിതി ഇപ്പൊ വളരെ മോശമാണ്. ഇവൾക്ക് പഴയ നിലയിൽ എത്താൻ കഴിഞ്ഞാലേ ആ കുടുംബത്തിനൊരു മനസ്സമാധാനം ഉണ്ടാകൂ. ഇവിടെ എല്ലാ മതസ്ഥർക്കും അമ്മയെ കാണാൻ തടസ്സമില്ല എന്നറിഞ്ഞുകൊണ്ടുകൂടിയാണ് ഇവളെയും ഇങ്ങോട്ട് കൂട്ടിയത്. അത് നന്നായി. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശയുടെ ഒരു പ്രകാശമാണ് മതിക്കുന്നിലമ്മ. എല്ലാറ്റിനും അമ്മ തന്നെ ഒരു പ്രതിവിധി കണ്ടോളൂ. നന്നായി പ്രാർത്ഥിച്ചോളൂ. അമ്മേ മഹാമായേ, കാത്തുരക്ഷിക്കണേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ നാരായണീ നമോസ്തുതേ. ഈ മകൾക്കായി ദേവീ തിരുസന്നിധിയിൽ കാര്യസിദ്ധി പൂജയോടൊപ്പം നിർബന്ധമായി നടത്തേണ്ടതായ ഒരു പൂജയുണ്ട്, ധന്വന്തരി പൂജ. ഈ മകളെപ്പോലെ തന്നെ പലവിധ അസുഖങ്ങളാൽ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കെല്ലാം മരുന്നുകളോടൊപ്പം പ്രാർത്ഥനയും ഈശ്വരാനുഗ്രഹവും രോഗശാന്തിക്ക് അവശ്യ ഘടകങ്ങളാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ ശരിവയ്ക്കുന്നുണ്ട്. ഈ കുഞ്ഞിനുണ്ടായിരിക്കുന്ന അനുഭവത്തേക്കാൾ മോശമായ ഒരവസ്ഥയിൽ ഈ ദേവീ സന്നിധിയിലെത്തിയ ഒരു ദേവീഭക്തനുണ്ടായ അത്ഭുത അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. സർവവും അഭീഷ്ടവരദായിനിയായ ശ്രീ മതിക്കുന്നിലമ്മയിൽ അർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അനുഗ്രഹവർഷം ചൊരിയും. പ്രാർത്ഥന കൊണ്ട് ഫലം സിദ്ധിച്ച അനേകായിരങ്ങൾ വീണ്ടും വീണ്ടും ഈ തിരുസന്നിധിയിൽ എത്തുന്നു. അനുഗ്രഹിച്ചോളി മഞ്ഞ
മതിക്കുന്നിലമ്മയുടെ തിരുസന്നിധിയിലെ കാര്യസിദ്ധി പൂജയിൽ പങ്കുകൊണ്ട് അത്ഭുതകരമായ ഫലസിദ്ധി ലഭിച്ച അനേകങ്ങളിൽ ചിലരെ നമുക്കിവിടെ പരിചയപ്പെടാം. ഇത് വരന്തരപ്പള്ളി സ്വദേശികളായ ദിനേശും കുടുംബവും. ഒരു ഓട്ടോ ഡ്രൈവറാണ് ദിനേശ്, ഭാര്യ സുലേഖ. അമൽ കൃഷ്ണ, വിമൽ കൃഷ്ണ എന്നീ 2 ആൺമക്കൾ. ഇതിൽ വിമൽ കൃഷ്ണ എന്ന ചെറിയ മകന് ജന്മനാ തന്നെ കാലിന് തകരാറുണ്ടായിരുന്നു. മകന് 5 വയസ്സാകുന്നതുവരെ ട്രീറ്റ്മെന്റ് നടത്താനും ശേഷം ഓപ്പറേഷൻ ചെയ്യണമെന്നുമായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. മോന് ജന്മനായുള്ളൊരു വൈകല്യം ഉണ്ടായിരുന്നു. 2 കാലും വളഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 വയസ്സ് വരെ ചികിത്സിക്കാം, എന്നിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. താങ്ങാൻ പറ്റാത്തൊരു പൈസയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ തൃക്കൂർ എന്നുള്ളൊരു ചേച്ചിയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നത്. അവരാണ് പറഞ്ഞത് ഇങ്ങനെ പൂജയുണ്ട്, അവിടേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. മോന് ശരിക്കും നിൽക്കണം കൂടി ഉണ്ടായിരുന്നില്ല, ബാലൻസ് കിട്ടില്ല, അപ്പോൾ വീഴും. അങ്ങനെയായിരുന്നു ഞങ്ങളിവിടെ വരുമ്പോൾ. 63 ആഴ്ചയാകുമ്പോഴേക്കും എൻ്റെ മോൻ നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആദ്യത്തെ ആഴ്ച വന്നപ്പോൾ തന്നെ ഞാൻ അതാണ് അമ്മോട് പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. അതിലൊരു 60 ആവണേക്കാളും മുൻപ് എൻ്റെ മോൻ ഓടി നടന്നു. ഇവിടെ വന്ന് അമ്പലത്തിൻ്റെ ചുറ്റും ഓടി നടന്നു എൻ്റെ മോൻ. മാസത്തിൽ 2 തവണയെങ്കിലും ഇപ്പം ഞങ്ങൾ പൂജ കഴിഞ്ഞാലും ഇവിടെ വരും. അമ്മയുടെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോവുള്ളൂ. ഉച്ചയാവണ വരെ ഇവിടെ ഉണ്ടാവും. ഞങ്ങളുടെ ജീവിതത്തിലും ഭയങ്കര മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തികമായിട്ടും ഞങ്ങൾക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കുറച്ചൊക്കെ വീടി. അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അമ്മേ നാരായണ നമോ, ദേവി നാരായണ നമോ, ലക്ഷ്മി നാരായണ നമോ, ഭദ്രേ നാരായണ നമോ. ഇത് അരുൺ, മരണത്തോളം ചെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു പോന്ന വ്യക്തി. ജീവിതത്തിൽ ഇനിയും വസന്തം വരുമെന്ന് തിരിച്ചറിഞ്ഞത് അമ്മയുടെ അനുഗ്രഹവർഷത്തിലൂടെ. മഴയത്ത് സ്ലിപ്പായതാണ്, ഫുട്പാത്തും പോയി തലയിടിച്ചു. പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഗൾഫിൽ ജോലി നോക്കിയിരുന്ന അരുൺ നാട്ടിലെത്തിയതിനു ശേഷമുള്ള ഒരു യാത്രയായിരുന്നു അത്. സുഹൃത്തിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് സഞ്ചരിക്കുമ്പോൾ മഴയിൽ വാഹനം തെന്നുകയും ഫുട്പാത്തിൽ തലയിടിച്ച് അരുൺ കാനിയിലേക്ക് വീഴുകയും ചെയ്തു. സമീപവാസികൾ കണ്ടത് തെന്നിയ ബൈക്കും സുഹൃത്തിനെയും മാത്രം. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച സുഹൃത്ത് അരുണിനെ അന്വേഷിച്ചപ്പോഴാണ് അപകടത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർക്ക് ബോധ്യമായത്. കാനയിൽ കിടന്നിരുന്ന അരുണിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഏറെ നേരം കഴിഞ്ഞിരുന്നു. മതിക്കുന്നിലെ അമ്മയുടെ അനുഗ്രഹത്താൽ തന്നെയാണ് ഞാൻ വീണ്ടും രക്ഷപ്പെട്ടു വന്നത്. ജീവൻ തിരിച്ചു കിട്ടിയത് എനിക്ക് ഉറപ്പുണ്ട്. അത്രയും പ്രാർത്ഥന കുറേ ഉണ്ടായിരുന്നു. എല്ലാ നാട്ടുകാരെയും ജനങ്ങളിലും എല്ലാവരും ഉണ്ടായിരുന്നു. അരുണിനെ തങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ബന്ധുക്കൾക്ക് മതിക്കുന്നിലമ്മ അരുണിനെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു നൽകി. മതിക്കുള്ള അമ്മ തന്നെയല്ലേ എൻ്റെ മോനെ രക്ഷിച്ചത്. അംബാശാംഭവി ചന്ദ്രമൗലി പ്രഭളാർപ്പണ ഉമാ പാർവതി കാളീ ഹൈമവതി ശിവാ ത്രിനയനി കാത്യായനി ഭൈരവി സാവിത്രി നവയൗവനാ ശുഭകരീ സാമ്രാജ്യലക്ഷ്മീ പ്രദാ ചിത്രൂപി പരദേവതാ ഭഗവതി ശ്രീരാജരാജേശ്വരി. കാനാട്ടുകര സ്വദേശി സോമൻ മംഗല്യഭാഗ്യത്തിനായാണ് കാര്യസിദ്ധി പൂജയിൽ പങ്കെടുത്തത്. 4 വർഷത്തോളമായി അനുയോജ്യയായ ഒരു വധുവിനെ തേടുകയായിരുന്നു ഇദ്ദേഹം. എൻ്റെ പേര് സോമൻ, കാനാട്ടുകര തൃശ്ശൂർ അടുത്താണ്. ഞാൻ ഇവിടെ വന്നിട്ടുള്ള മംഗല്യകാര്യത്തിന് വേണ്ടി വന്നതാണ്. കാര്യസിദ്ധി പൂജയിൽ പങ്കെടുത്ത് 12 ആഴ്ച ആയപ്പോഴേക്കും മനസ്സിനിണങ്ങിയ ഒരു വധുവിനെ ലഭിച്ചു. ഇപ്പോഴും എല്ലാ മാസവും മതിക്കുന്നിലമ്മയെ കണ്ടു വണങ്ങി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഇദ്ദേഹം. അനിലൻ സിന്ധു ദമ്പതികൾക്ക് വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും സന്താന സൗഭാഗ്യം ലഭിച്ചില്ല. അതിനാൽ തന്നെ അതീവ ദുഃഖിതരുമായിരുന്നു ഇവർ. വീടിനടുത്തുള്ള ചിലർ പറഞ്ഞാണ് കാര്യസിദ്ധി പൂജയെക്കുറിച്ച് അറിഞ്ഞത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളൊന്നും ഉണ്ടായില്ല. പൂജയിൽ പങ്കെടുത്തു തുടങ്ങി 21 ആഴ്ച പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ
അമ്മയുടെ അനുഗ്രഹമുണ്ടായി. കാര്യസിദ്ധി പൂജയിൽ പങ്കെടുത്തു. അധികം വൈകാതെ ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അമ്മയുടെ അനുഗ്രഹവർഷം തന്നെയാണിതെന്ന് അനിലൻ. അമ്മയുടെ കാരുണ്യം തൊട്ടറിഞ്ഞ മറ്റൊരു കുടുംബമാണ് ഇപ്പോൾ നമ്മോട് കൂടിയുള്ളത്. സുഭാഷ്, ദിവ്യ, മക്കളായ ഭവിയും നവ്യയും. ഇതിൽ നവ്യയുടെ കാലിന് ജന്മനാ തന്നെ തകരാറുണ്ടായിരുന്നു. ഇളയ മകൾക്ക് ജനിച്ചപ്പോൾ തന്നെ കാലിന് സാരമായ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ പല വിദഗ്ധ ഡോക്ടർമാരെയും കാണിച്ച് 6 മാസത്തിനുള്ളിൽ തന്നെ 2 ഓപ്പറേഷനുകളും മരുന്നുകളും കുറേയധികം പണച്ചെലവുകളും ഉണ്ടായി. സമപ്രായക്കാരായ മറ്റു കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ അത് നോക്കിയിരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട മകൾ. വല്ലാത്തൊരു സങ്കടമായിരുന്നു അതവർക്ക്. പല വിദഗ്ധ ഡോക്ടർമാരും അവൾ ഒരിക്കലും നടക്കില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരം മതിക്കുന്നിലമ്മയുടെ തിരുസന്നിധിയിലെത്തിയത്. ഭക്തരുടെ സങ്കടം തൊട്ടറിഞ്ഞ് അമ്മ അനുഗ്രഹവർഷം ചൊരിയാനായി വിളിപ്പിച്ചതുപോലെയായിരുന്നു അത്. വിദഗ്ധ ഡോക്ടർമാർ ഇനി എണ്ണീറ്റു നടക്കില്ല എന്ന് പറഞ്ഞിടത്താണ് മഹാത്ഭുതം സംഭവിച്ചത്. ഇവിടെ കാര്യസിദ്ധി പൂജയിൽ പങ്കെടുത്ത് 4 ആഴ്ചകൾ പിന്നിട്ടപ്പോഴേക്കും അവൾ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ നടന്നു തുടങ്ങി. കാര്യസിദ്ധി പൂജ തുടങ്ങി 2 ആഴ്ച ആയപ്പോഴേക്കും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഇവൾക്ക് 5 വയസ്സ്. മറ്റെല്ലാ കുഞ്ഞുങ്ങളെയും പോലെ നവ്യയും ഓടിക്കളിക്കുന്നു. അതെല്ലാം മതിക്കുന്നിലെ അമ്മയുടെ കാരുണ്യവും മഹാത്ഭുതവുമായി ഞങ്ങൾ കരുതുന്നു. ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹമെന്ന് പറയുമ്പോൾ സുഭാഷിനെ പോലെ തന്നെ അമ്മയുടെ മുഴുവൻ ഭക്തരുടെയും സ്വരം ഭക്തിസാന്ദ്രമാകുന്നു. ഈ അമ്പലത്തിൽ വരുന്ന ഭക്തന്മാർക്ക് പലർക്കും പല അനുഭവങ്ങളും പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ ബുധനാഴ്ചകളിൽ ഈ കാര്യസിദ്ധി പൂജ തുടങ്ങിയ ശേഷം വളരെയധികം അവരവരുടെ അനുഭവങ്ങൾ ഞങ്ങൾ കേട്ടു കഴിഞ്ഞു. വിശ്വസിക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും പലർക്കും നടന്നിട്ടുണ്ട്. അങ്ങനെ പലതും വർഷങ്ങളായി വെയിറ്റ് ചെയ്ത് പല സ്ഥലത്തും പലരും പരീക്ഷിച്ച് ഒന്നും നടക്കാത്ത കേസുകൾക്ക് ഇവിടെ വന്ന് ഭഗവതിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നടന്നു എന്നുള്ളത് അറിയാൻ നമുക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇതുപോലെ എത്രയെത്ര അത്ഭുതകരമായ അനുഭവങ്ങൾ നടന്നിരിക്കുന്നു ഈ തിരുസന്നിധിയിൽ. എല്ലാം മതിക്കുന്നിലമ്മയുടെ അനുഗ്രഹങ്ങൾ മാത്രം. സ്വാമി, ഇവിടുത്തെ ക്ഷേത്രത്തിൽ ചിലത് മറ്റു മതസ്ഥരായ വിശ്വാസികൾ പണി കഴിപ്പിച്ചിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് ശരിയാണോ? അതെ, അത് ശരി തന്നെയാണ്. എല്ലാ മതസ്ഥരെയും സ്വന്തം മക്കളായി കരുതുന്ന അമ്മയുടെ ഇവിടുത്തെ ശ്രീകോവിലും ദേവീ വിഗ്രഹവും സമർപ്പിച്ചത് ക്രൈസ്തവനായ ഒരു ദേവീഭക്തനാണ്. ദേവീ കൃപയാൽ ജീവിത സൗഭാഗ്യങ്ങൾ കൈവന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് ചുറ്റുമതിലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം സമർപ്പിച്ചത്. അതുപോലെ അമ്മയ്ക്കായി ഭൂമിയും മറ്റും സമർപ്പിച്ചവരിലും എല്ലാ മതസ്ഥരുമുണ്ട്. വ്യത്യസ്ത മതസ്ഥരായ വ്യക്തികൾക്കുള്ള തികഞ്ഞ ഭക്തിയും അവർക്ക് അമ്മ നൽകുന്ന അനുഗ്രഹങ്ങളുമാണ് ഈ ദൃഷ്ടാന്തങ്ങളുടെ സാരം. അമ്മയ്ക്ക് തൻ്റെ മക്കളെല്ലാം എന്നും ഒന്നു തന്നെയാണ്. ഇവിടെ നടന്നിട്ടുള്ള പല കാര്യങ്ങളിലും അത് പ്രകടമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. മതിക്കുന്നിലമ്മയുടെ അഭീഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് തന്നെ നാം ചിന്തിച്ചു പോകേണ്ടി വരും. അതറിയാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? പറയാം. ഋഷിവര്യന് മുമ്പിൽ പ്രത്യക്ഷയായ ദേവി അനുഗ്രഹിച്ചു നൽകിയ ദേവിയുടെ സ്വയംഭൂവായ ബിംബം ഋഷിവര്യനാൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെടണമെന്നും ദേവീഹിതമനുസരിച്ച് ക്ഷേത്രമായി ഉയർത്തിക്കൊണ്ടുവരണമെന്നും നിർദ്ദേശമുണ്ടായത്രേ. ഋഷിവര്യൻ അതിനായി കണ്ടെത്തിയത് ദേശത്തെ അന്നത്തെ പ്രമുഖരായ 2 കുടുംബങ്ങളെയാണ്. ആദ്യമെല്ലാം എല്ലാവർക്കും ഹിതകരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ടു പോയി. പിന്നെ ക്ഷേത്ര നടത്തിപ്പിൽ പരസ്പര സ്പർദ്ധയാലോ സ്വാർത്ഥ ചിന്തകളാലോ ക്ഷേത്രകാര്യങ്ങൾ മുന്നോട്ടു പോകാതെ തടസ്സപ്പെട്ടു തുടങ്ങി. അമ്മയുടെ പ്രിയ ഭക്തർക്ക് പോലും ക്ഷേത്രദർശനത്തിന് കഴിയാത്ത വിധം
കാര്യങ്ങൾ വിഷമഘട്ടത്തിലെത്തിച്ചേർന്നു. എല്ലാറ്റിലും അതൃപ്തയായ ദേവി അതീവ കോപം പൂണ്ടു. ആ കോപം ഒരു കൊടുങ്കാറ്റായി, ഒരു പ്രളയമായി. അപ്രിയർ നിർമ്മിച്ച ആ ക്ഷേത്രം പൂർണ്ണമായും ഇല്ലാതാക്കി. പക്ഷേ സ്വയംഭൂവായ ആ ബിംബം മാത്രം അവിടെ കാറ്റും മഴയും വെയിലുമെല്ലാം ഏറ്റ് അങ്ങനെ കാലങ്ങളോളം നിലകൊണ്ടു. ആ കാലഘട്ടത്തിൽ നാട്ടിൽ പലവിധത്തിലുള്ള രോഗദുരിതങ്ങളും പകർച്ചവ്യാധികളും കൃഷിനാശങ്ങളും ഒരു തുടർക്കഥയായി. എല്ലാറ്റിലും മനംനൊന്ത് അമ്മയുടെ പ്രിയമക്കൾ അപ്പോഴും ആ ബിംബത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാലക്രമേണ ദേവി ശാന്തയായി മാറിയത്രേ. അങ്ങനെ ഒരു നാളിൽ ദേശത്തെ ആവിയൻ കുടുംബത്തിലെ തികഞ്ഞ ദേവീഭക്തനായ ഒരാൾക്ക് ദേവി തൻ്റെ പ്രിയപ്പെട്ട തീർത്ഥക്കുളത്തിൽ വെച്ച് ദർശനം നൽകി ചില കാര്യങ്ങൾ അറിയിച്ചു അത്രേ. അതിൽ മക്കൾ ഒന്നായി മാത്രം തന്നെ ആരാധിക്കണമെന്നും അതിനായി മാത്രം ഈ ക്ഷേത്രം വീണ്ടും ഉയരണമെന്നും അറിയിപ്പുണ്ടായത്രേ. ദേശം മുഴുവൻ ഇതറിയിക്കണമെന്നുള്ള അരുളപ്പാടോടെ അമ്മ അപ്രത്യക്ഷയായി. ആ അത്ഭുതത്തെപ്പറ്റിയും അമ്മയുടെ അരുളപ്പാടിനെക്കുറിച്ചും അദ്ദേഹം നാട് മുഴുവൻ അറിയിച്ചു. അമ്മയുടെ അനുഗ്രഹത്തിനായി കാത്തുകാത്തിരുന്ന മക്കൾക്ക് അത് ഒരമൃതവർഷം തന്നെയായിരുന്നു. അവരെല്ലാം ഒരേ മനസ്സോടെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണങ്ങൾക്കായി പ്രവർത്തിക്കുകയും പുനഃപ്രതിഷ്ഠ ചെയ്ത് അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുകയും ചെയ്തു. ഈ പുണ്യക്ഷേത്രത്തിലെ ഉപദേവന്മാരെ കുറിച്ച് അറിയണമെന്നുണ്ട് സ്വാമി. ഉപദേവന്മാരായി ഗണപതി, ശാസ്താവ്, വേട്ടക്കരൻ, വീരഭദ്രൻ, സുബ്രഹ്മണ്യൻ എന്നീ പ്രതിഷ്ഠകളും ചുറ്റുമതിലിനുള്ളിലായി തെക്കുഭാഗത്ത് നാഗയക്ഷിയുടെയും നാഗരാജാവിൻ്റെയും പ്രതിഷ്ഠകളും ചുറ്റുമതിലിനുള്ളിൽ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്തായി നവഗ്രഹ പ്രതിഷ്ഠയും ചുറ്റുമതിലിന് പുറത്ത് തെക്കുഭാഗത്തായി മുത്തപ്പൻ്റെ പ്രതിഷ്ഠയും വടക്കു ഭാഗത്തായി ഗുരുതിത്തറയുമുണ്ട്. കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യം അല്പം മോശമാണ് സ്വാമി. ഇവിടെ അതിനായി പ്രത്യേക പൂജയുണ്ടെന്നറിഞ്ഞു. മതിക്കുന്നിലമ്മയുടെ തിരുസന്നിധിയിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമായി അവർക്ക് ബുദ്ധിശക്തിയും സ്വഭാവശുദ്ധിയും കൈവരിക്കുന്നതിനും പരീക്ഷകൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ എഴുതി ഉന്നത വിജയം കൈവരിക്കുന്നതിനും അതുവഴി ജീവിത വിജയങ്ങൾ നേടുന്നതിനുമായി സരസ്വതി ദേവിയുടെയും മതിക്കുന്നിലമ്മയുടെയും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനായി മാത്രമായാണ് വിശിഷ്ടമായ വിദ്യാസരസ്വതി പൂജ നടത്തുന്നത്. എല്ലാ മാസത്തിലെയും രണ്ടാമത്തെ ശനിയാഴ്ച വിദ്യാസരസ്വതി പൂജ ഇവിടെ നടന്നു. ഈ കൊച്ചുമിടുക്കന്മാരെ വിദ്യാസരസ്വതി പൂജയിൽ നിർബന്ധമായും പങ്കുകൊള്ളിക്കേണ്ടതാണ്. മതിക്കുന്നിലമ്മയുടെ തിരുനടയിൽ നടന്നുവരാറുള്ള പ്രധാന വിശേഷങ്ങളിൽ ദേവിയുടെ പ്രതിഷ്ഠാദിനം തന്നെ അതിപ്രധാനം. അന്നാണ് വേലമഹോത്സവം.
മകരമാസത്തിലെ അത്തം നാളിലാണ് ദേവിയുടെ പ്രതിഷ്ഠാദിനവും വേലമഹോത്സവവും. വേലമഹോത്സവത്തിന് മുന്നോടിയായി തട്ടകത്തെ ദേശങ്ങളിലേക്കുള്ള ദേവിയുടെ എഴുന്നള്ളിപ്പ്, അതാണ് ദേശപ്പറ പുറപ്പാട്. ദേവീ സന്നിധിയിൽ നിന്ന് ചെമ്പടമേളം തുടങ്ങി അവസാനിക്കുമ്പോൾ പാന ചൊല്ലി കോമരത്തെ നൃത്തത്തിൽ വരുത്തി നൃത്തമേളം കൊട്ടിത്തീരുമ്പോൾ കോമരം കൽപ്പന ചൊല്ലി പിന്നെ ദേശങ്ങളിലേക്ക് പുറപ്പെടുന്നു. പുറപ്പാടിൽ മേളക്കാർ മുമ്പിൽ വലന്തലമുട്ടി കുത്തുവിളക്ക്, തിരുവായുധം, പറ മുതലായവയേന്തി കോമരത്തോടൊപ്പം മോടിക്കാരനും മറ്റു പ്രമുഖരുമടങ്ങുന്ന സംഘം ദേശം ചുറ്റി 20ഓളം ദിവസങ്ങൾ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി വൈകിട്ട് അത്താഴപ്പറയും കഴിഞ്ഞ് ദേവി ക്ഷേത്രത്തിൽ കുടിയേറുന്നു എന്നാണ് വിശ്വാസം. ദേശത്തെ എല്ലാ വീടുകളിലും നിറഞ്ഞ ഭക്തിയോടെ ദേശപ്പറയെ എതിരേൽക്കാനുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണിത്. വർഷത്തിലൊരിക്കൽ ദേശത്തെ ഓരോ വീട്ടിലെയും ക്ഷേമ ഐശ്വര്യങ്ങൾ നേരിട്ടറിയാൻ ദേവി എത്തുന്നു എന്നതിൻ്റെ പ്രതീകം തന്നെയാണിത്.